ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 87-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയെന്നോണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുടികൊള്ളുന്ന അവാച്യമായിട്ടുള്ള ഒന്നിനെക്കുറിച്ചാണ് ഗുരു വീണ്ടും സൂചിപ്പിക്കുന്നത്. നമ്മളുടെ വാക്കുകൾക്കും നമ്മുടെ മനസ്സിനും ബുദ്ധിക്കുമൊക്കെ ഉള്ള പരിമിതികൾ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതിനോടൊപ്പം മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട്. അപ്പോൾ ഗുരു സൂചിപ്പിക്കുകയാണ്, തനിയെ ഇതൊക്കെയുമുണ്ട്, തമ്മിൽ ഓരോരിനം ഇതരങ്ങളിലില്ല ഇപ്രകാരം. തനു മുതലായത് സത്വമല്ല, ഓർത്താൽ അനൃതവുമല്ല, അത് അവാച്യമായിടുന്നു. തനിയെ ഇതൊക്കെയുമുണ്ട്. നമ്മൾ ഓരോന്നിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, തനിയുണ്ട്. തമ്മിൽ ഓരോരിനം ഇതരങ്ങളിലില്ല. ഇനി ഒരിനം തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിനം മറ്റൊരു ഇനത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്രകാരം ഇങ്ങനെ നോക്കിയാൽ തനു മുതലായത്, ഈ ശരീരം മുതലായ അത് സത്വമല്ല, അത് സ്വയം ഉണ്മയുള്ളതല്ല. ഓർത്താൽ ചിന്തിച്ചു നോക്കിയാൽ അനൃതവുമല്ല, അത് ഇല്ലാത്തതുമല്ല, അത് അവാച്യമായിരുന്നു. അത് നമുക്ക് വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ശരീരം, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഇവിടെ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പൗരസ്ത്യ ദേശത്തും പാശ്ചാത്യ ദേശത്തും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ കറുപ്പും വെളുപ്പും നോക്കിയിട്ടാണ് പല വിലയിരുത്തലുകളും നടത്തിക്കൊണ്ടിരുന്നത്. പാശ്ചാത്യരും അവിടെ കറുപ്പും വെളുപ്പും എന്നുള്ള തരംതിരിവ്, ഇവിടെ ആര്യന്മാരും ദ്രാവിഡന്മാരും, അതും ഈ കറുപ്പും വെളുപ്പൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ജാതിയുടെയും ഒക്കെ വേർതിരിവുകൾ, എങ്ങനെയൊക്കെ മനുഷ്യന് ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ പറ്റുമോ. ഗാന്ധിജി ശിവഗിരിയിൽ വരുമ്പോൾ ഈ ജാതിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ധാരണയോടുകൂടിയാണ് ഗുരുവിനോട് ഗാന്ധിജി സംസാരിക്കുന്നത്. അപ്പോൾ ഈ ജാതിയുടെ നിരർത്ഥകതയെക്കുറിച്ച് ഗുരു ശാസ്ത്രീയമായി ഗാന്ധിജിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജിയോട് ഗുരു പറയുന്നത്, ഈ ജാതിയുടെ രൂഢമൂലതയോർത്താൽ മഹാത്മജി വീണ്ടും വരണം, അതായത് വീണ്ടും ജനിക്കണമെന്നാണ്. കാരണം അത്രമാത്രം ആഴത്തിലാണ് ഈ ഉപനിഷത്തും ഗീതയും പുരാണങ്ങളും ഒക്കെ പഠിക്കുന്ന ആളുകളിലും ഇതിൻ്റെ വേരുകൾ കിടക്കുന്നതെന്നാണ്. അപ്പോൾ ഒന്ന് മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്നു. മറ്റേത് പല ഇസങ്ങളുടെയും പേരിൽ വേർതിരിക്കുന്നു. ഏതൊക്കെ തരത്തിൽ വേർതിരിക്കുമ്പോഴും ഇവിടെ സംഭവിക്കുന്നത് ഈ ശരീരത്തിൻ്റെ രൂപ വ്യത്യാസങ്ങൾക്കനുസൃതമായി ആണ് ഇവർ പലപ്പോഴും ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഗുരു പറയുന്നത്, ഇപ്രകാരം തനു മുതലായത് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൽ, അത് ശരീരത്തെ മാത്രം നോക്കുമ്പോൾ അത് ഉണ്മയുള്ളതല്ല, സത്തല്ല, അത്
അനൃതവുമല്ല. അതില്ലാത്തതാണെന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല. അപ്പോൾ ശരീരം ഉണ്ടെന്നും ഇല്ലെന്നും നമുക്ക് ഒരേ സമയത്ത് പറയാം. പക്ഷെ അതേ സമയത്ത് ഈ ശരീരത്തെയും ഇതിനെല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അത് അവാച്യമായിട്ടുള്ള ഒന്നാണ്. നമ്മളുടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ മാറ്റങ്ങളെല്ലാം. ബാഹ്യമായിട്ടുള്ള ഇതിനെല്ലാത്തിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിലൊന്നിലും പെടാതെ ഇരിക്കുന്നത്, അതിന് അവാച്യമായിട്ടുള്ള ഒന്നായിട്ടാണ് ഗുരു. കാരണം നമ്മുടെ ഈ വാക്കുകൾ നിലനിൽക്കുന്നത് നമ്മുടെ കാലദേശങ്ങളുടെ ഉള്ളിലാണ്. കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ ആ മനസ്സും ബുദ്ധി ഉപയോഗിച്ച് എത്രയൊക്കെ അതിനെ നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോഴും കാലദേശാധിവർത്തിയായിട്ടുള്ള ഒന്നിനെ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് അവാച്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ശരീരവും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലതിനെയും നമുക്ക് പറയാം. പക്ഷേ അതിനകത്ത് കുടികൊള്ളുന്ന സദാ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിനകത്ത് കുടികൊള്ളുന്ന മാറാത്ത ഒന്നുണ്ട്. അത് മാത്രമാണ് സത്യമായിട്ടുള്ളത്. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ്. അതിനെയാണ് അറിയേണ്ടത് എന്ന് ഗുരു എടുത്തു പറയാണ്. ഇപ്പോൾ ശരീരാഭിമാനിയായിട്ട് അല്ല നമ്മൾ നടക്കേണ്ടത്. ഈ ശരീരാഭിമാനിയായി നടക്കുമ്പോഴും ഈ ശരീരത്തിനകത്ത് കുടികൊള്ളുന്ന, അതേ സമയത്ത് അത് എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ മുന്നോട്ട് പോകണം. വിലമതിക്കാത്ത ആ വിളക്കാണ്, വിലമതിയാതെ ആ വിളക്ക്. അതിനെ നമ്മൾ കണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ദുരന്തങ്ങൾ, ദുഃഖം നമുക്കുണ്ടാകില്ല. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.